ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന 9ാം ക്ലാസ്സിൻ്റെ എക്സാമിൻ്റെ ആൻസർ കീയാണ്. ആദ്യം തന്നെ ഗർ പേട് ഔർ താരേക്ക് യാദ് എന്ന ലോകകഥയിലെ ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, സഹി വികൽപ്പ് ചുൻകർ ലിഖെ, ശരിയായത് ഏതാണ് എന്നാണ്. ഇവിടെ ഘ ആണ് ശരി. തും പ്ലസ് ക തുംഹാര. രണ്ടാമത്തെ ചോദ്യം, ഭായി ബഹൻ കഹാം ജാനാ ചാഹത്തെ ഹൈ ക്യോ, സഹോദരനും സഹോദരിയും എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട്? ഉത്തരം, ഭായി ബഹൻ അപ്പന ഘർ ജാനാ ചാഹത്തെ ഹൈ ക്യോങ്കി ഉൻകെ അപ്പനെ മാതാപിതാ ഔർ ഘർ കി ബഹുത്ത് യാദ് ആത്തി ഹൈ, വേ ഉൻസെ മിൽന ചാഹത്തെ ഹൈ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോകകഥാ കെ ഇസ് പ്രസംഗ് കെ ആധാർ പർ പട്കഥാ കാ ഏക ദൃശ്യ ലിഖെ, തന്നിരിക്കുന്ന ഈ ലോകകഥയുടെ ഭാഗം വെച്ചുകൊണ്ട് ഒരു തിരക്കഥ എഴുതുക. ഓർ ക്വസ്റ്റ്യൻ, അഭിഭാവകോം സെ അപ്പനെ ഘർ ജാനെ കി അനുമതി ന മിൽനെ പർ ലഡ്കി ബഹുത്ത് ദുഃഖി ഹോ ജാതി ഹെ, ലഡ്കി കി ഉസ് ദിൻ കി ഡയറി ലിഖെ, ഗാർഡിയൻസ് വീട്ടിലേക്ക് പോകാനുള്ള അനുവാദം നൽകിയില്ല, അതുകൊണ്ട് ആ പെൺകുട്ടി വളരെയധികം ദുഃഖത്തിലാണ്, അവളുടെ അന്നത്തെ ഡയറി എഴുതാനാണ്. ആൻസർ നോക്കാം. ആദ്യം പട്കഥയുടെ ആൻസറാണ്. തിരക്കഥ എഴുതുമ്പോൾ സ്ഥാൻ, സമയ, പാത്ര, പ്രസംഗ് എന്നിവയൊക്കെ എഴുതിയതിന് ശേഷം അവരുടെ സംവാദമാണ് എഴുതേണ്ടത്, അവരുടെ സംഭാഷണം. അടുത്തതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പെൺകുട്ടിയുടെ ഡയറി. ഇതുപോലെ തന്നെ ഉത്തരം എഴുതണമെന്നില്ല, ശരിയായ ഉത്തരമായാൽ മാർക്ക് ലഭിക്കും. അടുത്തത് ഘർ കഹാനിയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗിഗ്ഗി ബാൻ ജാന കാ മത്ലബ് ക്യാ ഹെ, എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഹ്സെ ആവാസ് ന നികൽന എന്നാണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ചിപ്കലിനെ ശ്രീമതി ശാന്തിദാസ് കോ ക്യോം അശാന്തിദാസ് കഹാ ഹോഗ, എന്തുകൊണ്ടാണ് പല്ലി ശാന്തിദാസിനെ അശാന്തിദാസ് എന്ന് പറഞ്ഞത്? ഉത്തരം, ക്യോങ്കി ശ്രീമതി ശാന്തിദാസ് ചിപ്കലി കോ ദേഖ്തെ ഹി ചില്ലാത്തി ഥി ഔർ ഭഗാത്തി ഥി, കാരണം ശാന്തിദാസ് പല്ലിയെ കാണുമ്പോൾ ഉറക്കെ നിലവിളിക്കുകയും അതിനെ ഓടിക്കുകയും ചെയ്യുമായിരുന്നു. ആറാമത്തെ ചോദ്യം, ശ്രീമതി ശാന്തിദാസ് കെ ഘർ കാ അനുഭവ് ചിപ്കലി അപ്പനെ ദോസ്ത് കോ ബതാത്തി ഹെ, ചിപ്കലി ഔർ ദോസ്ത് കെ ബീച്ച് കി ബാത്ചീത് ലിഖെ, ശാന്തിദാസിൻ്റെ വീട്ടിലുണ്ടായ തൻ്റെ അനുഭവങ്ങൾ പല്ലി തൻ്റെ സുഹൃത്തിനോട് പറയുന്നു. പല്ലിയും സുഹൃത്തും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് ചോദ്യം. ഉത്തരം, അടുത്തത് ഏഴാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന മാതൃകയിൽ മാറ്റി എഴുതാനാണ്. ഉത്തരം, മൗണ്ട് ബാറ്റൻ കി പത്നി തയ്യാരി കരേഗി. അടുത്തത് എട്ടാമത്തെ ചോദ്യം, കൂളർ കോ ബന്ദ് കർനെ കോ കഹ്കർ ഗാന്ധിജി വൈസ്രോയിക്കോ ക്യാ സന്ദേശ് ദേനാ ചാഹത്തെ തെ, കൂളർ ഓഫാക്കാൻ പറഞ്ഞുകൊണ്ട് ഗാന്ധിജി വൈസ്രോയിക്ക് എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ആൻസർ, കൂളർ കോ ബന്ദ് കർനെ കോ കഹ്കർ ഗാന്ധിജി വൈസ്രോയി കോ യഹി സന്ദേശ് ദേനാ ചാഹത്തെ തെ കി ठंडे कमरे में बैठकर ഹിന്ദുസ്ഥാൻ पर ഹുക്കൂമത്ത് നഹി കി ജാ സകേംഗി, കൂളർ ഉപയോഗിച്ച് തണുപ്പിച്ച റൂമുകളിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തെ ഒരിക്കലും ഭരിക്കാൻ സാധിക്കുകയില്ല എന്ന സന്ദേശമാണ് ഗാന്ധിജി നൽകുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, വൈസ്രോയി ഭവൻ കി ചായ് പാർട്ടി കെ ബാരെ में बताते हुए मित्र के नाम ഗാന്ധിജി കാ പത്ര തയ്യാർ കരെ, വൈസ്രോയിയുടെ ഭവനത്തിലെ ചായ പാർട്ടിക്ക് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഗാന്ധിജി തൻ്റെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ്, കത്ത് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഓർ ക്വസ്റ്റ്യനായിട്ട് കൊടുത്തേക്കുന്നത്, സങ്കേതോങ്കി മദത് സെ ഗാന്ധിജി കാ വ്യക്തിത്വ വിഷയ പർ ലഘുലേഖ ലിഖെ, ഗാന്ധിജിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് തന്നിരിക്കുന്ന 4 പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഉത്തരം നോക്കാം. ആദ്യം തന്നെ ഗാന്ധിജി ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററിൻ്റെ ആൻസറാണ്. അടുത്തത് ഗാന്ധിജിയെക്കുറിച്ചുള്ള ലേഖിൻ്റെ ആൻസറാണ്. അടുത്തത് ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന ലേഖിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, സഹി വാക്യ കോൻസാ ഹെ, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ്. രണ്ടാമത്തെയാണ് കറക്റ്റ് ആൻസർ. 11ാമത്തെ ചോദ്യം,
പെലേനെ ലോഗോങ്ക മൻ ജീത് ലിയാത്ത കൈസെ. പെലെ ജനമനസ്സുകൾ കീഴടക്കിയിരുന്നു എങ്ങനെ? ഉത്തരം പെലെ ഹുനർ ഔർ മുസ്കാനെ ഉനെ ലോഗോങ്കെ ദിലോമെ ജഗഹ് ദിലാദി. 12ാമത്തെ ചോദ്യം दिसंबर 29 को पेले की स्मृति दिवस पर आपके विद्यालय में फुटबॉल मैच आयोजित है, इसके लिए एक പോസ്റ്റർ തയ്യാർ കരെ. നിങ്ങളുടെ സ്കൂളിൽ ഡിസംബർ 29-ാം തീയതി പെലെയുടെ സ്മൃതി ദിവസമായിട്ട് ഓർമ്മ ദിവസമായിട്ട് ആചരിക്കുകയാണ്. അന്നൊരു ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ अप्रैल 7 विश्व स्वास्थ्य दिवस है, खेलकूद स्वास्थ्य के लिए लाभदायक है, यह संदेश देते हुए इसके प्रचार के लिए പോസ്റ്റർ തയ്യാർ കരെ. ഏപ്രിൽ 7 എന്ന് പറയുന്നത് ലോക ആരോഗ്യ ദിവസമാണ്. ഓരോ കളികൾ വഴി ആരോഗ്യത്തിനുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒരു പോസ്റ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പോസ്റ്റർ ആയിരിക്കും എഴുതുക എളുപ്പം. രണ്ടാമത്തെ പോസ്റ്റർ ആണെങ്കിൽ ഇതിനകത്ത് സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. അത് പോസ്റ്റർ വരച്ച് അതിനകത്തേക്ക് എടുത്തെഴുതാം. ബാക്കിയുള്ളത് സ്വയം എഴുതുകയും ചെയ്യണം. അടുത്തത് രണ്ടാമത്തെ പോസ്റ്റർ. അടുത്തത് ജൻ ജൻ കാ ചെഹറ ഏക് എന്ന കവിതയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 13ാമത്തെ ചോദ്യം ഗലിയോങ്കി ധൂപ് ഏക് ഇസ്കാ മത്ലബ് ക്യാ ഹെ. തെരുവുകളുടെ എല്ലാം വെയിൽ ഒന്നാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ദുനിയാ ഭർ കെ ശോഷിത ലോഗോं की സ്ഥിതി ഏക് ജൈസി ഹെ. 14ാമത്തെ ചോദ്യം സമാൻ ആശയവാലി പങ്ക്തിയാം കവിത സെ ചുൻകർ ലിഖെ. താഴെ ഒരു ബോക്സിൽ തന്നിരിക്കുന്ന ആശയം വരുന്ന വരി ഏതാണെന്ന് എഴുതാനാണ്. ദുനിയാ ഭർ കെ ശോഷിത ലോഗോं की സ്ഥിതി ഏക് ജൈസി ഹെ. ഇതിൻ്റെ ആൻസർ ഏഷ്യ की യൂറോപ്പ് की അമേരിക്ക की ഗലിയോं की ധൂപ് ഏക് ഹെ എന്നതാണ്. അടുത്തത് 15ാമത്തെ ചോദ്യം കവി ഔർ കവിതാ കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖെ. ഈ വരികളുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അടുത്തത് തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താനാണ്. തന്നിരിക്കുന്ന ബോക്സിലെ കാര്യങ്ങൾ നന്നായി വായിച്ചാൽ ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. 16ാമത്തെ ചോദ്യം നോക്കാം. നീച്ചെ ദിയെ പ്രസ്താവ് പടയ ഒരു സഹി വികല്പ ചുൻകർ ലിഖെ. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ്. ഇതിൽ 2ഉം 4ഉമാണ് ആൻസർ. അടുത്തത് ലാസ്റ്റത്തെ ചോദ്യമാണ് 17ാമത്തത്. വാക്യ വിസ്താർ കരെ എന്നാണ് ചോദ്യം തന്നിരിക്കുന്നത്. ബ്രാക്കറ്റിൽ 3 വേർഡ്സ് തന്നിട്ടുണ്ട്. നായക്, ഗോധാൻക, ഗരീബ്. ഗരീബ് എന്നതിൻ്റെ അർത്ഥം പാവപ്പെട്ട, ദരിദ്രനായ. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഹോറി കിസാൻ ഹെ. ഹോറി കർഷകനാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹോറി ഗോദാൻ ഉപന്യാസത്തിലെ പ്രധാന കഥാപാത്രവും അതിനകത്തെ നായകനുമാണ്. ആൻസർ നോക്കാം. ഇത് ഇതേപോലെ തന്നെ വരണമെന്നില്ല. കറക്റ്റായ രീതിയിൽ അതിൻ്റെ അർത്ഥം വരുന്നുണ്ടെങ്കിൽ മാർക്ക് ലഭിക്കുന്നതാണ്.